വെടിക്കെട്ട് ബാറ്റിംഗ് ആണ് സഞ്ജു ഇന്നലെ കാഴ്ചവെച്ചത്. BCCIയോടുള്ള സഞ്ജുവിന്റെ മറുപടിയായിരുന്നു ഇന്നലത്തെ ഇന്നിങ്സ്. സാധാരണ കളി ജയിച്ചാൽ സഞ്ജു കൂളായിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യാറ്. എന്നാൽ ഇന്നലെ നമ്മൾ കണ്ടത് അങ്ങനെയല്ല. സഞ്ജു അലറി വിളിക്കുകയാണ് ചെയ്തത്. സഞ്ജുവിന്റെ പ്രതിഷേധം തന്നെയായിരുന്നു അത്. ഇപ്പോഴത്തെ ഇന്നലത്തെ സഞ്ജുവിന്റെ ബാറ്റിംഗ് കണ്ട് പാക് ഇതിഹാസങ്ങൾ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. രാജസ്ഥാൻ ടീം മികച്ച വിജയമാണ് ഇന്നലെ സ്വന്തമാക്കിയത്. വിജയത്തോടുകൂടി രാജസ്ഥാൻ പ്ലേ ഓഫിലെത്തി. ഇന്നലെ രാജസ്ഥാന്റെ കളി കണ്ട് പാകിസ്ഥാൻ ഇതിഹാസങ്ങൾ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: BCCI ഇത്രയും വലിയ മണ്ടന്മാരാണോ? ഇത്രയും മികച്ചൊരു താരത്തെ എന്തുകൊണ്ടാണ് അവർ പുറത്തിരുത്തുന്നത്? ഇത് ശരിക്കും പൊളിറ്റിക്സ് തന്നെയാണ്. ഞങ്ങളാണെങ്കിൽ ഇപ്പോൾ പാകിസ്ഥാൻ ടീമിൽ സഞ്ജുവിനെ കളിപ്പിച്ചേനെ. ഇത്രയും വലിയ പ്ലേയേഴ്സ് ഉണ്ടായിട്ടും BCCI കാണിക്കുന്നത് മണ്ടത്തരമാണ്. ഇന്നലത്തെ ഒരൊറ്റ ഇന്നിങ്സ് മാത്രം മതി സഞ്ജു എന്ന കളിക്കാരൻ എത്രത്തോളം ഭീകരനാണെന്ന് മനസ്സിലാക്കാൻ. രാജസ്ഥാൻ ടീം ഇങ്ങനെ ജയിക്കുന്നുണ്ടെങ്കിൽ അത് സഞ്ജു കാരണമാണ്. ബാറ്റ്സ്മാൻ മാത്രമല്ല, സഞ്ജു മികച്ചൊരു ക്യാപ്റ്റൻ കൂടിയാണ്. IPL കാണുന്ന ഏതൊരുത്തനും അത് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. ഞങ്ങൾ സഞ്ജുവിന്റെ കൂടെയാണ്. അവനെ പോലെ ഒരു കളിക്കാരനെ പാകിസ്ഥാൻ ടീമിൽ വളർത്തിയെടുക്കണം. സഞ്ജു ഇപ്പോൾ പാകിസ്ഥാനിലായിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും അവൻ പാകിസ്ഥാൻ ടീമിന്റെ ക്യാപ്റ്റൻ വരെ ആയേക്കും. ഈ IPL കപ്പ് നേടുന്നുണ്ടെങ്കിൽ അത് രാജസ്ഥാൻ തന്നെയായിരിക്കും. അതിൽ ഞങ്ങൾക്ക് സംശയമില്ല. കളി ജയിച്ച രാജസ്ഥാൻ ടീമിനും അതുപോലെ മികച്ച ബാറ്റിംഗ് പുറത്തെടുത്ത സഞ്ജുവിനും അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നുവെന്ന് പാകിസ്ഥാൻ ക്രിക്കറ്റ് താരങ്ങൾ വ്യക്തമാക്കി. പാക് താരങ്ങൾ പോലും സഞ്ജുവിന്റെ പ്രകടനത്തെ പറ്റി പുകഴ്ത്തി പറയുകയാണ്. എന്നിട്ടും BCCIക്ക് മനസ്സിലായിട്ടില്ല. ഒരുപക്ഷെ BCCI കണ്ണടയ്ക്കുന്നതായിരിക്കും. അവരുടെ സൂപ്പർ താരമായ ഋഷഭ് പന്തിനെ മാത്രമേ അവർ പരിഗണിക്കൂ. പന്ത് ഒരു 50 നേടിയാൽ അത് വലിയ ആഘോഷമാക്കും. ഇനി സഞ്ജു സെഞ്ചുറി അടിച്ചാലും അവർ അത് മൈൻഡ് ചെയ്യില്ല. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.